ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയുടെ വരവിൽ ആ ഇന്ത്യ വരം ആകെ ഇളകി മറിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് നയനയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത്. നമുക്ക് അർജുനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചാലോ, ഏതായാലും പിങ്കി ചേച്ചി പിരിയാനായിട്ട് പോവുകയാണ്, അപ്പോൾ അർജുനേട്ടനെ കൊണ്ട് തന്നെ കെട്ടിച്ചാലോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പിങ്കി കേൾക്കുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. പക്ഷേ പിങ്കി വന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നൊന്നും ആരും കണ്ടില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമിൻ്റെ അമ്മയാണെങ്കിൽ ദേ നിങ്ങളൊന്നും മിണ്ടാതിരുന്നുണ്ടേ, അവരൊക്കെ വന്നിരിക്കുകയല്ലേ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും വറുക്കാനൊക്കെ ഉണ്ടാകും, അതെടുത്ത് നമുക്ക് വറുക്കാം. നല്ല ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഭക്ഷണത്തിൽ ആരും മോശമൊന്നും പറയാനായിട്ട് പാടില്ലല്ലോ, പെട്ടെന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഓരോ കാര്യങ്ങളും തിരക്കി അങ്ങോട്ട് നടക്കുകയാണ്. ഇതേ സമയം തന്നെ ലക്ഷ്മിയും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഈ അരുന്ധതി അമ്മായിയുടെ മുന്നിൽ ചെന്നിട്ട് ആകെ പ്രകടനം കാഴ്ചവെക്കുകയാണ്. അല്ല, നമ്മൾ എന്തിനാണ് ഈ മാംസവും മത്സ്യം എല്ലാം എടുത്ത് കറി വെക്കുന്നത്? അല്ല, ഇതൊക്കെ ആര് കഴിക്കാനാ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവിടെ രണ്ടുപേരും വന്നത് പൂജാരികളാണല്ലോ, അപ്പം പിന്നെ സന്യാസികളാണല്ലോ, അപ്പം പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഈ സന്യാസികൾ ഇതൊക്കെ കഴിക്കുമോ അമ്മായി എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരുത്തി പറയുകയാണ്, കഴിക്കും, ഇത് സന്യാസിയാണോ പൂച്ച സന്യാസിയാണോ എന്നൊക്കെ ആർക്കറിയാം. അപ്പോൾ ദേ വരുന്നു നയന നല്ല കിടിലൻ മറുപടിയായിട്ട് തന്നെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം, അതിലിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ദേ ഞാൻ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നയന അടിപൊളി മോഡൽ വേഷത്തിലാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നതും നയന അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും കലക്കുകയാണ്. അല്ല, നിങ്ങളൊക്കെ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പം എന്ത് വിചാരിച്ചാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ കേൾക്കട്ടെ, ഇവിടെ ഗൗതമിൻ്റെ സ്വീറ്റ് ഹാർട്ട് ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നു നന്ദ. അപ്പോൾ ഞാനാണ് ഭാര്യ എന്ന് പറയണം. കൊള്ളാലോ, കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങോട്ട്. അല്ല, നമ്മുടെ അർജുൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നു പിങ്കി. പിങ്കി അല്ലേ? പക്ഷേ നിങ്ങൾ അത്ര പോരല്ലോ, അർജുൻ്റെ ആ ഗ്ലാമറും മസിലും ഒക്കെ അനുസരിച്ച് നിങ്ങളത്ര പോരാ. എന്നെ പോലൊരു മോഡൽ ഗേൾ ആയിരിക്കണം അർജുന് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിങ്കിയുടെ മുഖത്ത് നോക്കി തന്നെ ഈ നയന പറയുകയാണ്. അപ്പം നയനയുടെ വർത്താനം പിങ്കിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിങ്കിയുടെ മുഖം അങ്ങോട്ട് ചുവന്ന് തൊടുത്തു. അതിനുശേഷം ഈ നയനെ പറയുകയാണ്, ഏതായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവരുടെ മുന്നിലൊന്നും നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല. എൻ്റെ ഒരു ഇതിന് പിടിച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനോ? അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നിങ്ങളോടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് ഉറക്കം വരും. അപ്പോൾ എനിക്ക് പറ്റിയ ഒരാൾ ഇവിടെ ആരാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വരുന്നു നമ്മുടെ അർജുൻ. അപ്പോൾ അർജുനാണെങ്കിൽ എൻ്റെ നയനെ നീയാളാകെ മാറിപ്പോയില്ല നയനെ, നീ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ നീ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ്. അർജുൻ, എടാ മസിൽമാനെ, നീ വന്നോ? ഏതായാലും എനിക്കൊരു കമ്പനി ഇല്ലാതെ വല്ലാതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും നീ വന്നല്ലോ. ഇവരോടൊത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലടാ, ഭയങ്കര ബോറ് വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ പോലുള്ള ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്, വാടാ എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ കയറി ഒറ്റ കെട്ടിപ്പിടുത്തം. അർജുനും കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോവുകയാണ്. നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ അന്തം വിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് ചെന്നിട്ട് അതെ ഭക്ഷണം. പക്ഷേ പിങ്കിയുടെ വർത്താനമൊന്നും അവിടെ കേൾക്കാതെ ഈ വീണ്ടും നയനയും അർജുനും കൂടി സംസാരിക്കുകയാണ്. അപ്പം പിങ്കി ആണെങ്കിൽ ഭക്ഷണം തണുത്തു പോകും, തണുത്തു പോയാൽ കൊള്ളൂല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അരിശത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ശരിയാടാ, വാ നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം. അപ്പോൾ അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, എടാ നമുക്കേ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോണോടോ, എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. എന്നെ എല്ലായിടത്തും ചുറ്റി കാണിക്കുക ചെയ്യണം നീ. എന്താ നിനക്ക് ടൈമുണ്ടോ? പിന്നെ അല്ലാതെ നയന, എനിക്ക് ടൈമുണ്ടോന്നോ? നിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ കറക്കാൻ കൊണ്ടുപോകാം. അതിന് എനിക്ക് എന്തോരം ടൈം കിട്ടിയാലും ഞാനത് നിനക്ക് വേണ്ടി തന്നെ ചിലവാക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി ആൻറ്റിക്കാണെങ്കിൽ ആകെ ഇത് സഹിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കും. ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് അങ്ങോട്ട് വിളമ്പി കൊടുക്കുകയാണ്. വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എടാ നിനക്കിഷ്ടം ഇടിയപ്പല്ലേ?
ഇപ്പം നിനക്ക് ഇടിയപ്പൊന്നും ഇഷ്ടമല്ലേ? ആ, ഇടിയപ്പം ഇഷ്ടമൊക്കെയാണ്, പക്ഷെ കിട്ടാറൊന്നുമില്ല. ഇത് കേട്ട നയനയാണെങ്കിൽ പിങ്കിയെ നോക്കിയിട്ട്, എടാ നിന്റെ ഭാര്യ പിങ്കി ഇതൊന്നും നിനക്ക് ഉണ്ടാക്കി തരാറില്ലേ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിന്റെ ഭാര്യ നടക്കുന്നത്? അപ്പോൾ പിങ്കിയുടെ മുഖം വീണ്ടും മാറുകയാണ്. എല്ലാവരും അന്തിച്ച് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഇവരിങ്ങനെ ഫുഡ് കഴിച്ചു തുടങ്ങുകയാണ്. അപ്പം നയന ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ല ആരാണ് ഈ ഫുഡ് ഉണ്ടാക്കിയത്? അപ്പം ലക്ഷ്മി പറയണ ഞാനാണ് ഉണ്ടാക്കിയത്. ഹോ, അടിപൊളിയായിട്ടുണ്ട്, എന്ത് ടേസ്റ്റാണ് ഇതിന്. അപ്പം അരുന്ധതിയാണെങ്കിൽ എടുത്ത വായിക്കും, ഈ ഭക്ഷണം കഴിക്കുമൊന്ന് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? അതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന പറയുകയാണ്, അതെ, ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിച്ചതേ ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ എന്നെ ഇതാരൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ചമ്മിപ്പോവുകയാണ്. അരുന്ധതി ആൻറ്റി ആണെങ്കിൽ തീർത്തും ചമ്മിപ്പോവുകയാണ്. അപ്പോൾ നനയുടെ വർത്താനമൊക്കെ നമ്മുടെ നന്ദയ്ക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നന്ദ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ, എടാ അതെ, ഫുഡെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനറൊക്കെ പഠിച്ചു. ഇനി എൻ്റെ വിശേഷങ്ങൾ പറയാട്ടോ. ഞാൻ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, UK അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നന്ദ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം തന്നെയാണ്. നമുക്ക് വീട് വേറെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് ജോലി കിട്ടുന്നത് വരെ എവിടെ തങ്ങുമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണെങ്കിൽ, അതിനെന്താ, നയനക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ തങ്ങിക്കൂടെ? ഇവിടെ തങ്ങാൻ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ പിങ്കിയാണെങ്കിൽ, അതെങ്ങനെ ശരിയാവും? നന്ദയ്ക്ക് ഇല്ല, സോറി, ഈ നയനയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുട്ടി എങ്ങനെ ഇവിടെ താമസിക്കും? ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നോ? ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾക്കാർ തന്നെയല്ലേ. പിന്നെ ഒരുപാട് വർഷങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്, അത്രേ ഉള്ളൂ. ഇവരൊക്കെ എൻ്റെ ആൾക്കാരല്ലേ. പിന്നെ എനിക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ അർജുനുണ്ടല്ലോ കമ്പനിക്ക്. അപ്പം അർജുനാണെങ്കിൽ ഭയങ്കര ടൈം പാസ്സാണ്. അർജുൻ്റെ ഒപ്പം കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞോടെ നടന്നാലേ സമയം പോകുന്നത് പോലും അറിയില്ല. എന്താ അർജുൻ, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? പിന്നെ കറക്റ്റാണ് നയന, നിനക്കിവിടെ താമസിക്കാൻ നയന. നീ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ കണ്ണ് മേടിച്ച് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പിങ്കിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അർജുൻ. കാരണം പിങ്കിയുടെ മുഖഭാവ മാറ്റങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ഏതോ കാട്ടിൽ നിന്ന് ഒരു മാങ്ങയും പറിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് നന്ദയെ കാണുന്നത്. നന്ദ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇതെവിടെ പോയിട്ട് വരുന്നു? അല്ല, നന്ദയ്ക്ക് മാങ്ങ ഇഷ്ടമാണോ? മാങ്ങ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പച്ചമാങ്ങ തിരുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. മാങ്ങ ഇഷ്ടമാണെന്നാ ചോദിച്ചത്. അല്ലെങ്കിലും നേരാണല്ലോ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. എന്ത് കാര്യങ്ങൾ? അല്ല, നന്ദയുടെ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്ന്. എന്താ അതിനുള്ള പ്രിപ്പറേഷൻ വല്ല ആയോ? ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഗൗതമേട്ടൻ ആളെങ്ങനെയാ? ഗൗതമേട്ടനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിശദീകരണമൊക്കെ വേണമല്ലോ. ഗൗതമേട്ടൻ നന്ദയോട് എങ്ങനെയാ? എനിക്കതൊന്നും നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. അല്ല, ഒന്നും വിചാരിക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് എങ്ങനെയാണ് ഫാമിലി മാറ്ററൊക്കെ പറയുന്നത്? ആര് പറഞ്ഞു? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? എങ്ങനെ കണ്ടിട്ടുണ്ടെന്നായി പറയുന്നത്? അപ്പം അതൊന്നും അറിയില്ലേ? ഇല്ല, അറിയില്ല. ഞാനിതിനു മുമ്പ് കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ പറ. കുറച്ച് മുമ്പ് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ പരിചയപ്പെട്ടില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ചിരി വരികയാണ്. അപ്പം നന്ദയാണെങ്കിൽ ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ കളിയാക്കുകയാണോ? അല്ല, കളിയാക്കിയതൊന്നുമല്ല, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ. കുട്ടിയുടെ വർത്താനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് എപ്പോഴാണ് ഒരു പരിചയപ്പെടൽ ഉണ്ടായത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ പരിചയപ്പെടാൻ ഇവരെ കണ്ടിട്ട് തന്നെ ഞാൻ കുറേ നാളുകളായി. പിന്നെ അല്ലേ നന്ദയെ എനിക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നത്? വേറെ ഒരു പണിയില്ലല്ലേ. ശരി, ഇനി നമുക്ക് കുറച്ച് വർത്താനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അങ്ങനെ ഈ നയനയാണെങ്കിൽ എല്ലാവരുടെ ഇരട്ടപ്പേരുകൾ പറയാണ്. പിന്നെ ഗൗതമേട്ടനും ഉണ്ട് ഒരു ഇരട്ടപ്പേര്. ആണോ? ഗൗതം സാറിന് ഇരട്ടപ്പേരുണ്ടോ? പിന്നെ ഇരട്ടപ്പേരുണ്ട്. എങ്കിൽ പറ, എനിക്ക് ആ ഇരട്ടപ്പേരൊന്ന് കേൾക്കണം. ഒന്ന് പറയാവോ? അയ്യടാ, അതിനിപ്പോൾ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഗൗതമേട്ടൻ്റെ ഇരട്ടപ്പേര് നിങ്ങൾ കേൾക്കണ്ട. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കൂട്ടില്ല, ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും, നന്ദ അവിടെ നിൽക്ക് നന്ദ, ഞാനൊന്ന് പറയട്ടെ.
എന്നാ പറ. ആ, ഈ ഗൗതമനും എൻ്റെ ബഡീസ് തന്നെയാണ്. പക്ഷെ ഗൗതമിനെ കണ്ടില്ലല്ലോ. ഗൗതം എവിടെ പോയി? ആ, എനിക്കറിയില്ല. ആ, എന്താ പിന്നെ വരട്ടെ, വരുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പരിചയപ്പെടാം അല്ലേ? എങ്കിൽ പറയാം. ഞാനേ ഗൗതമേട്ടൻ്റെ ഇരട്ടപ്പേര് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ രഹസ്യമായിട്ടുള്ള ഇരട്ടപ്പേര് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് രസകരമായ ഒരു ഇരട്ടപ്പേരാണ് നമ്മുടെ ഗൗതമിനുള്ളത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അർജുനെയാണ്. അപ്പോൾ അർജുനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ്. അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് ചെല്ലുന്നത്. ആ, ഇതാരാ വന്നിരിക്കുന്നത്? പിങ്കിയോ? എന്താ, എനിക്ക് നിങ്ങോട്ട് വരാൻ പാടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഇനി പിങ്കി വേറെ റൂമിലേക്ക് ആയിരിക്കും കിടക്കാനായിട്ട് പോകുന്നതെന്ന്. എൻ്റെ കൂടെ കിടക്കൂലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ആ, എന്താ, എനിക്കിവിടെ കിടക്കാനായിട്ട് പാടില്ലേ? ആ, കിടക്കാം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിങ്കി. ഓ, ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്, ഞാൻ ഡിവോഴ്സ് ചെയ്ത് പോയാലും നിങ്ങൾ സന്തോഷവാനായിരിക്കും അല്ലേ അർജുൻ? നിങ്ങൾക്ക് യാതൊരു സങ്കടം ഉണ്ടാവില്ല. അതെന്താ പിങ്കി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ആ, അങ്ങനെയാണല്ലോ. പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലോ. പുതിയ പുതിയ ആൾക്കാരൊക്കെയോ? ഓ, മനസ്സിലായി. നയനയുടെ കാര്യമാണോ പറഞ്ഞത്? ആ, അല്ലാണ്ട് പിന്നെ പുതിയ ആൾക്കാർ ഇവിടെ ആരും വരാറില്ലല്ലോ. പക്ഷേ നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പിങ്കി. ദേ, ആരൊക്കെ എന്തൊക്കെ വന്നാലും അവളെൻ്റെ മുറപ്പെണ്ണൊക്കെ തന്നെയാണ്. അതൊക്കെ ഓക്കെ. പക്ഷേ നീയാണ് പിങ്കി എൻ്റെ ഭാര്യ. അതല്ലാതെ ആവില്ലല്ലോ. ഏതൊക്കെ പെണ്ണ് ജീവിതത്തിൽ വന്നാലും ഭാര്യ എന്നുള്ളൊരു സ്ഥാനം ഒരിക്കലും ഒരു പുരുഷൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാനായിട്ട് പറ്റില്ല. ആ പുരുഷൻ ആരെയാണോ ഭാര്യയായിട്ട് കണ്ടത് അവളെയെ ജീവിതകാലം മുഴുവനും ഭാര്യയായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ പിങ്കി. അതൊന്ന് മനസ്സിലാക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പിങ്കി അഹങ്കാരം വീണ്ടും പൊങ്ങി വരികയാണ് അങ്ങോട്ട്. അപ്പോൾ അഹങ്കാരം കൊണ്ട് പിങ്കി വീണ്ടും സംസാരിക്കുകയാണ്. ആ, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ അർജുനെ ഭർത്താവായിട്ട് കാണാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അത് അർജുന് വല്ലാത്തൊരു സങ്കടം തോന്നി. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദയെ കാണിക്കുകയാണ്. അപ്പം നന്ദയാണെങ്കിൽ ഭയങ്കര ചിരി, ബെഡ്റൂമിലിരുന്ന് ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ ഗൗതം സാറിൻ്റെ ആ ഇരട്ടപ്പേര് ആലോചിച്ചിട്ടാണ് നമ്മുടെ നന്ദ ഇങ്ങനെ പൊട്ടി ചിരിക്കുന്നത്. അപ്പോഴാണ് ഗൗതം സാർ കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നന്ദയുടെ ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇവൾക്ക് ഇതെന്ത് പറ്റി? ഇവളെന്തിനും ഇങ്ങനെ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നത്? എന്താ സംഭവം ഉണ്ടല്ലോ. ആ, ഗൗതം സാർ ഇവിടെ വന്നേ, ഇവിടെ ഒന്ന് അടുത്തിരുന്നേ. അപ്പോൾ ഗൗതം അടുത്തിരിക്കുകയാണ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കുമ്പോഴേ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. എനിക്കത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. ആ, എന്തെന്ന് ചോദിക്കേ. അല്ല, ഈ തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ അറിയോ? തണ്ണിമത്തനെ കുറിച്ച് എന്താ അഭിപ്രായം? തുടങ്ങിയപ്പോഴേക്കും ഇതെന്താ ഇവൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതെന്താ പറ. തണ്ണിമത്തനോ? ഈ വാട്ടർമെലൻ? ആ, അങ്ങനെയും പറയാം. പക്ഷേ തണ്ണിമത്തനാ കുറച്ചും കൂടി രസം. ഈ തണ്ണിമത്തനില്ലേ, ഉരുണ്ടിരിക്കുന്ന ഈ തണ്ണിമത്തൻ, ആ തണ്ണിമത്തനെ കാണാൻ തന്നെ നല്ല രസമാണല്ലേ, ഇങ്ങനെ വയറൊക്കെ വീർപ്പിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഗൗതത്തിന് കാര്യം മനസ്സിലായി. ദൈവമേ, ഇവളെൻ്റെ ഇരട്ടപ്പേര് അറിഞ്ഞിട്ട് എന്നെ കളിയാക്കുകയാണോ? എന്താ ഗൗതം സാർ എന്തൊന്നും മിണ്ടാത്തത്? ഈ വയറൊക്കെ വീർപ്പിച്ച് നടക്കുന്ന ഈ ഗൗതം സാർ കുഞ്ഞായിരുന്നപ്പോൾ വയറൊക്കെ വീർപ്പിച്ച് നടന്ന് തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയപ്പോൾ ഒറ്റ അടി വെച്ചാലുണ്ടല്ലോ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞാണേ, അവളുടെ ഒരു തമാശ. നീ എന്തിനാടി എന്നോട് തമാശ പറയുന്നത്? ഞാൻ തമാശ കളിക്കാൻ പറ്റിയ ഒരാളാണോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് തടി തപ്പുകയാണ്. നന്ദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും വെളുപ്പാനായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന ഈ അർജുൻ്റെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഷോ, അപ്പോൾ പിങ്കിയും അർജുനും ഭയങ്കര ഉറക്കം. അർജുൻ, ഇവൻ എന്ത് പണിയാണ് കാണിക്കുന്നത്? അർജുൻ എണീക്ക്. അപ്പോൾ പിങ്കി ആണെങ്കിൽ പെട്ടെന്ന് കണ്ണു തുറന്നു. പിങ്കി ഞെട്ടിപ്പോയി ഈ നയനയെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. എന്താ? അപ്പോൾ അർജുനും ചാടി എണീക്കുകയാണ്. അർജുൻ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എൻ്റെ കൂടെ ജോഗിങ്ങിന് വരാമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അത് പിന്നെ. അപ്പോൾ പിങ്കി ചോദിക്കുകയാണ്, അല്ല, ഞാൻ ഈ റൂം അടച്ചു പൂട്ടിയിട്ടിട്ടാണല്ലോ, പിന്നെ അങ്ങനെ തുറന്നു. അതോ പിങ്കി, സോറി കേട്ടോ പിങ്കി, ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി വന്നതേ, നിന്നെ വിളിക്കാതെ. അതെന്നാന്നറിയാവോ, ഞാൻ ഇവനോട് ഇന്നലെ പറഞ്ഞായിരുന്നു കഥ കുറ്റിയിടണ്ടെന്ന്. പിങ്കിക്ക് വെറുതെ ശല്യമുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇവനെയും കൊണ്ട് ഞാൻ ജോഗിങ്ങിന് പോവുകയാണേ. പിങ്കിക്കൊന്നും തോന്നരുത്. ഓ, എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അർജുൻ എപ്പോൾ വന്നാലും എനിക്കെന്താ, എനിക്ക് അർജുനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ, അതാണോ? എങ്കിൽ പിന്നെ ഓക്കെ, വാ അർജുൻ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ചടച്ചുകൊണ്ട് നമ്മുടെ
ഈ നയന പോവുകയാണ്. അപ്പം നയന പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അരിശവും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ലക്ഷ്മിയാണെങ്കിലും ബാക്കി മൂന്നുപേരും കൂടി ഇന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിങ്കിയുടെയും അർജുൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അർജുൻ്റെ അമ്മയാണെങ്കിൽ അതെങ്ങനെ ശരിയാവും, അവരെപ്പോഴും കീരിമ്പാമ്പ് പോലെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കരി വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തൂത്തുടച്ച് വൃത്തിയാക്കി അത് പോകില്ല, അതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നത് വസുന്ധര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞല്ലോ, ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ. ടേക്ക് കെയർ.